ഈ വണ്ടിക്കാരനെ കാണുന്നില്ലല്ലോ. ഇവിടെ ഉള്ള കുരിശുകളൊന്നും പോരാതെയാണോ മാമ പുറത്തുനിന്ന് കുരിശു കൊണ്ടിരുന്നത്? എന്തിനാ ബിജു നീ നിന്നെ തന്നെ കുരിശെന്ന് പറയുന്നത്? ഏയ്, ഞാൻ നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതേ അല്ല റൂബി. എടി, നീ ആ വണ്ടിക്കാരന്റെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയേ. കുറെ നേരമല്ല പോന്നിട്ട്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മാമ? ശരിയാ, ഈ വെയിലത്ത് എന്തിനാ ഈ കുരിശും ചുമന്ന് മല കയറാൻ പോകുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മാളൂ, ഈ വണ്ടിക്കാരൻ വരാതിരുന്നാ മതിയായിരുന്നു. ഏയ്, ദേ വരുന്നുണ്ടെന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതെന്ത് വലിയ കുരിശുകളാ മാമ. ഇത് ചോന്നുണ്ടോന്ന് മല കയറാൻ എന്നെ കൊണ്ട് പറ്റില്ല. മാമന് ഒറ്റക്ക് രണ്ടും ചോന്ന് കയറിയാ മതി. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോനെ. നമ്മ ചെയ്ത പാപങ്ങളൊക്കെ തീരണമെങ്കിൽ ഇത് ചുമന്ന് മല കയറണം. ഇത് വലിയ കുരിശായല്ലോ. വലുതോ? ഇത് ചെറുതല്ലേ. ഓ, ഈ മാമനെ കൊണ്ട് തോറ്റു. ദാ ഇതങ്ങ് പിടിക്ക്. ഇങ്ങിതാ പതുക്കെ പതുക്കെ പതുക്കെ. ഓ, നീ പറഞ്ഞത് ശരിയാ മോനെ. നല്ല ഭാരമുണ്ട്. ഈട്ടിത്തടിയാണെന്നാ തോന്നുന്നേ. ഓ ആ, അതാ ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? ഈ വെയിലത്ത് കുരിശും ചോന്നൊന്നും മല കയറാൻ പോകണ്ടാന്ന്. നമുക്ക് ബസ്സിന് പോയിട്ട് വരാനേ. ചേട്ടാ, ഞാൻ പോട്ടെ. മാമ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഈ കനം കൂടിയ കുരിശ് എന്തിനാ? ചെറിയ കുരിശ് പോരെ? ഇതൊക്കെ എന്തോന്ന് കുരിശ് മോനെ ബിച്ചു. ഞാൻ ഗൾഫിലായിരുന്നപ്പോ 4 ആള് പിടിച്ചാ പൊന്താത്ത വലിയ കുരിശും ചോന്ന് ഗോകുൽത്താമല കയറി പോകും. എന്ത് മല? ഗോകുൽത്താമല. എന്നിട്ടൊന്നുമില്ല, ഇറങ്ങിപ്പോരും. മോനെ, ഞാൻ പറഞ്ഞത് നമ്മ ചെയ്യുന്ന പാപങ്ങളെല്ലാം തീരണമെങ്കിൽ നല്ല ഭാരമുള്ള കുരിശും ചുവന്ന് പോണം. മാമൻ ചെയ്ത പാപങ്ങൾ തീർക്കാൻ ഞാൻ എന്തിനാ കുരിശ് ചുമക്കുന്നേ മാമ? ഒന്ന് പറയാണ്ടി, ഞാൻ പോകുന്നില്ല. ശരിയാ മനുഷ്യ, ആ കൊച്ചിനെ കൊണ്ട് എന്തിനാ ഈ വെയിലത്ത് കുരിശും ചുവന്ന് നടത്തിപ്പിക്കുന്നേ? അതിനെന്താ, ഞാനില്ലേ കൂടെ. എന്ത് വന്നാലും മാമൻ നോക്കിക്കോളാം. ഇതിൽ കൂടുതൽ ഇനി എന്ത് വരാൻ? കേട്ടില്ലേ മാമ? ആന്റി എന്നെ മാത്രം എന്തിനാ ഈ വെയിലത്ത് മാമന്റെ കൂടെ കുരിശും ചോന്ന് വിടുന്നത്? അത് പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ടായ എനിക്കൊരു കുരിശാവും, അതുകൊണ്ടാ. എന്തിനാ മാമ? ഞാനില്ല. നീ എന്തിനാ മോനെ ബിച്ചു പേടിക്കുന്നേ? ഞാൻ നോക്കിക്കോളാം. വേണമെങ്കിൽ നിന്നെയും കുരിശും എല്ലാം കൂടി ഞാൻ ചുമന്ന് കൊണ്ടുപോക്കോളാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഗൾഫിലായിരുന്നപ്പോ ഒരു ഒട്ടകത്തിന് ചുമന്ന് മല കയറിയിട്ടുണ്ട്. പിന്നെയാ ഈ കുരിശ്. വാ മോനെ, പോകാം. ഇനി ഇവിടെ നിക്കണ്ട. വാ, നടക്ക്. വെയിൽ വരുന്നതിന് മുമ്പ് കേറി ഇറങ്ങാം. ആ ശരി, ഞാൻ വന്നോളാം. പാവം ബിജു, അവനൊട്ടും ആഗ്രഹമില്ല പോവാൻ. പക്ഷെ അവനുള്ളത് എനിക്കൊരു ധൈര്യം. അങ്ങേരെ ഒറ്റക്ക് പോയാൽ ചിലപ്പോ മലയുടെ മുകളിലും തലയും കുത്തി വീഴും. നമുക്കൊരു കാര്യം ചെയ്യാം, അവര് വരുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാം. ആ, അത് ശരിയാ. ഈവനിങ് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമേ. അതിപ്പോ ഞാൻ എന്താ ഉണ്ടാക്കുക? ഉരുളക്കിഴങ്ങില്ലേ ഇവിടെ? മോളെ റൂബി, ആ ഉരുളക്കിഴങ്ങ് ഇങ്ങടുത്തേ. എന്താ മാമ, എന്ത് പറ്റി? റെസ്റ്റ് എടുക്കണോ? ഓ, ഒന്നും പറയണ്ട മോനെ. എന്തൊരു വെയിലാ, നല്ല ക്ഷീണം. ഗൾഫിലാണെങ്കിൽ ഇത്രയും വെയിലൊന്നുമില്ല. ഓ, ഇപ്പൊ നമ്മുടെ നാട്ടിലാ വെയില്. ആ, മാമൻ വന്നതിന് ശേഷം ഇവിടെ വെയിൽ കൂടുതലാ. എന്തൊരു ചൂട്. അയ്യോ, ഇതെങ്ങനെ മുകളിലെത്താനാ? അയ്യോ. വേഗം ആവട്ടെ മക്കളെ, അവരിപ്പിങ്ങ എത്തും.
ഇങ്ങനെ നിക്കാതെ കേറ് മാമ. എത്ര നേരമായി ഇങ്ങനെ നിക്കുന്നു? അത് മോനെ, ഈ കുരിശിന് വെയിറ്റ് കൂടുതലാണോ എന്നൊരു സംശയം. ഇതിനത്ര വെയിറ്റ് ഒന്നുമില്ല. മാമൻ പറഞ്ഞതല്ലേ ഒട്ടകത്തിനെ വരെ തോളി കയറ്റി മല കയറിയതാണെന്ന്. പിന്നെന്താ? ഇങ്ങ് കേറി വാ മാമ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായല്ലോ. ആ വരുവാ മോനെ, വരുവാ. അയ്യോ എന്തൊരു വെയിറ്റ്. ഒട്ടകത്തിനൊക്കെ തോളി കയറ്റി മല കയറിയിട്ടുള്ള മാമൻ ഇതൊരു വെയിറ്റ് ആണോ? അത് പിന്നെ മോനെ, അവിടത്തെ മലകളൊക്കെ നല്ല സ്മൂത്താ. ഇതേപോലെ ഇടുങ്ങിയ പാറകളൊന്നുമില്ല. നമ്മള് വെറുതെ ഇരുന്ന് കൊടുത്താ മതി, താനേ മുകളിലെത്തും. ഓ ഇപ്പൊ പിടികിട്ടി. ഒട്ടകത്തിന് ചോന്നത് മാമനാണോ അല്ലെങ്കിൽ മാമൻ ഒട്ടകമാണോ ചോന്നതെന്നുള്ളത്. ഒട്ടകത്തിന്റെ പുറത്ത് കയറി മല കയറിയിട്ട് ഇവിടെ വന്ന് തള്ളി വിടുക. വേണമെങ്കിൽ കേറി വാ, ഞാൻ പോവാ. നിക്ക് മോനെ, മാമൻ വരുക. ഞാനെത്തി. മല കയറി മുകളിലെത്തിയപ്പോ ഒരു ആശ്വാസം. മാമൻ പറഞ്ഞത് ശരിയാ, എന്റെ പാപങ്ങളൊക്കെ ഒഴിഞ്ഞു പോയ പോലെ. ശരിയാ മോനെ, ഇവിടെ വന്നാ അങ്ങനെയാ. ഓ എനിക്കും അതെ, എല്ലാം കൊഴിഞ്ഞു പോകുന്ന പോലെ. എന്ത് പാപങ്ങളോ? ഏയ് എന്റെ കൈയും കാലും കൊഴിഞ്ഞു പോകുന്നു പറഞ്ഞതാ മോനെ. മാമൻ കുറച്ചേരം കിടക്കട്ടെ. കടന്നപ്പോഴൊക്കെ ഉറങ്ങിയോ? ഈ മാമന്റെ ഒരു കാര്യം, മാമനെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്ന് എന്നെ പറഞ്ഞാ മതി. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു പ്രാവശ്യം കൂടി കയറണം, റൂബിനെയും കൊണ്ട് വരാം. ഇനി ഇത് തിരിച്ചിറങ്ങുന്ന കാര്യ. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ നല്ല ആശ്വാസം. ഞാൻ ഇറങ്ങാൻ പോവാ മോനെ, വാ പോവാം. മാമ സൂക്ഷിക്കണേ, കേറുന്ന പോലെയല്ല, ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വീഴും. ഞാൻ ഇത് എത്ര കണ്ടതാ. ഈ മാമൻ ഇതെവിടെ പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഈ കുഴിയിലെങ്ങാനും വീണ് കിടക്കുന്നുണ്ടോ? മാമന്റെ കാലല്ലേ അത്? മാമ, അയ്യോ മാമ, എന്ത് പറ്റി മാമ? അയ്യോ മാമ കല്ലിന്റെ ഇടയിൽ പോയേ. അയ്യോ ഫയർഫോഴ്സിനെ വിളിച്ചാലോ? അയ്യോ മാമ, എനിക്ക് മാമ എങ്കിലും മാമ. അയ്യോ അയ്യോ മോനെ ബിച്ചു, നീ എന്നെ രക്ഷിച്ചു. അയ്യോ കല്ല് കാലി കേറിയതാ, നിലയും കുത്തി കല്ലിന്റെ ഇടയിൽ പോയി. അമ്മേ. അമ്മേ, പൊട്ടാറ്റോ ചിപ്സ് നന്നായി മതിയല്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവരെ കാണുന്നില്ലല്ലോ അമ്മേ. പതിയെ നടക്ക് പോടെ, എനിക്കൊട്ടും നടക്കാൻ വയ്യാത്തോണ്ട് തന്നെ എടുക്കാൻ പറഞ്ഞത്. കാല് പൊളിഞ്ഞെന്ന് തോന്നുന്നേ. പതിയെ പോരെ, പതിയെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്നെ കുരിശിനെ വേണമെങ്കിൽ പൊക്കി കയറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കുരിശ് ചുമക്കുന്ന പോലെ ഇറക്കാം. ആജി അപ്പോളേ പറഞ്ഞതാ പോകണ്ട പോകണ്ടത്. അയ്യോ എന്താ മോനെ ബിച്ചു, എന്താ പറ്റിയത്? ഞാനീ പാഴ്സലൊന്നും അങ്ങോട്ട് എത്തിച്ചോട്ടെ ആന്റി. എന്റെ തടു കഴിച്ചിട്ട് പാടില്ല. ആ മലയുടെ മുകളിലേ കയറ്റി വെച്ചതാ ഈ കുരിശ്. പറയ് മോനെ, എന്താ പറ്റിയത്? എന്ത് പറ്റാൻ, ഒട്ടകത്തിന് വരെയും ചോന്ന് മല കയറിയിട്ടുള്ള ആളല്ലേ. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ചാടി പോകുന്ന മാത്രമേ കണ്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ തല കീഴായി ഒരു കല്ലിന്റെ ഉള്ളിലാ കണ്ടത്. എന്നാലും മാമനൊന്നും പറ്റിയിട്ടില്ല. 2 കാലൊടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ അത് കഷ്ടമായല്ലോ. ഇങ്ങനെ എന്താ ഒന്നും മിണ്ടാത്തെ? അത് പിന്നെ തലയും കുത്തി വീണപ്പോ 2 കോല് കണ്ണാക്കി കുത്തി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഈ മനുഷ്യനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വേറെന്തെങ്കിലും പറ്റിയോ ഇങ്ങേരിക്ക്? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാ ആന്റി? ശരി ശരി, നിനക്കെന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല, അതുകൊണ്ട് നല്ല വിശപ്പ്. വേഗം എന്തെങ്കിലും താ തിന്നാൻ. മോനെ, അടുത്ത പ്രാവശ്യം കുരിശ് ചുമന്ന് മോൻ ഒറ്റക്ക് പോയാ മതി. ആ ശരി മാമ, എനിക്കെന്തായാലും നല്ല ഇഷ്ടായി. റൂബി വരുന്നുണ്ടോ അടുത്ത പ്രാവശ്യം? ഇനി ഇവിടെ നിന്ന് ഒരാളും പോണ്ട. ഒരാൾ പോയിട്ട് കിടക്കുന്ന കണ്ടില്ലേ? കുരിശ് നോക്കാൻ നടക്കുന്നു. നിനക്കല്ലേ വിശക്കുന്നു പറഞ്ഞത്? ആന്റി ഇത് നല്ല പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് പറ. പൊട്ടാറ്റോ ചിപ്സോ? അത് കൊള്ളാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇങ്ങ് താ താ.
എല്ലാവർക്കും എരിവാവാലോ. ഞാൻ എരിവിടാൻ പോവാ. എനിക്ക് നല്ല എരിവ് വേണം ആന്റി. ഉപ്പ് കുറച്ച് മതി. ദാ പൊട്ടാറ്റോ ചിപ്സ് റെഡി. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാം, യമ്മി.